പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ CPIM നേതാവ് AK ബാലനെതിരെ ഉന്നയിച്ച ആ വിമർശനവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നതിന് ഇപ്പോൾ CPIM നേതാവ് ജെയ്ക് സി തോമസ് ചേരുകയാണ്. ജെയ്ക്, കഴിഞ്ഞ ദിവസം AK ബാലന്റെ പ്രസ്താവന താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടുകാണും. അതിൽ പറഞ്ഞിരുന്നത് UDF അധികാരത്തിലെത്തിയാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക ജമായത്തെ ഇസ്ലാമി ആയിരിക്കും, നിരവധി മാറാടുകൾ ഇനി ആവർത്തിക്കും എന്ന ഗുരുതരമായ ആരോപണം കൂടി AK ബാലന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ്. BJP പറയുന്നതിനേക്കാൾ BJPയുടെ വർഗീയതയാണ് CPIM ഏറ്റെടുക്കുന്നത് എന്നാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ഞാൻ മനസ്സിലാക്കുന്നു ബഹുമാനീയനായ AK ബാലന്റെ പ്രസ്താവന, അതിന്റെ സാരാംശം എന്താണ്? കേരളത്തിന്റെ പൊതു മതനിരപേക്ഷ ചരിത്രത്തിൽ വർഗീയ കലാപങ്ങളുടെ അപൂർവമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1970കളിലെ തലശ്ശേരി കലാപമായിരുന്നു. പിന്നീടുണ്ടായ മാറാട് 1ഉം 2ഉം കലാപങ്ങളായിരുന്നു. പരിമിതികളോട് കൂടെയെങ്കിലും കേരളത്തിൽ വർഗീയ കലാപങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അതുണ്ടായിട്ടുള്ളത് ആര് ഭരിച്ചിരുന്നപ്പോഴാണ്? ചരിത്രം പരിശോധിക്കുന്ന ഏതു സാധാരണക്കാരനും അതിൽ രാഷ്ട്രീയമായ അന്ധത ബാധിക്കേണ്ടതില്ല. പക്ഷെ ഏതു രാഷ്ട്രീയത്തിൽപ്പെട്ട യുക്തിസഹമായി ചിന്തിക്കുന്ന സാധാരണക്കാരനും മനസ്സിലാകും അതൊക്കെ UDF ഭരിച്ചിരുന്നപ്പോഴാണ്. തലശ്ശേരി കലാപം ഉണ്ടാകുന്ന സമയത്ത് ബഹുമാനീയനായ K കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മാറാട് 1ഉം 2ഉം കലാപങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് UDF ഗവൺമെന്റുകൾ AK ആന്റണിയും ബഹുമാനീയനായ ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിമാരാണ്. ഈ സമയങ്ങളിലായിരുന്നു കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്നത്. ആ വർഗീയ കലാപങ്ങളുടെ ചരിത്രം ആവർത്തിക്കപ്പെടില്ലേ UDF അധികാരത്തിൽ വന്നാൽ എന്ന ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലുള്ള ചോദ്യമാണ് ബഹുമാനീയനായ ശ്രീ AK ബാലൻ ഉന്നയിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങയുടെ ചോദ്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന കണ്ടിരുന്നില്ല, അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു ബഹുമാനീയനായ പ്രതിപക്ഷ നേതാവ് അതിനോട് പ്രതികരിച്ചിരിക്കുന്നു. അതായത് RSS പറയാത്ത പ്രസ്താവനയാണ്, RSS പോലും പറയാൻ അറക്കുന്ന വർഗീയതയാണ് ഇടതുപക്ഷം പറഞ്ഞിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ ഏതു വർഗീയ സംഘടനയും വിമർശിക്കില്ലേ? ഏതെങ്കിലും ഒരു വർഗീയ സംഘടനയെ വിമർശിച്ചാൽ, ഇപ്പൊ കാസ ലക്ഷണമൊത്ത ക്രിസ്ത്യൻ വർഗീയ സംഘടന എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ്. കാസയെ വിമർശിച്ചാൽ അത് ക്രിസ്ത്യാനികൾക്കെതിരാകുമോ? ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ അത് മുസ്ലിങ്ങൾക്കെതിരാകുമോ? RSSനെ വിമർശിച്ചാൽ അത് ഹിന്ദുക്കൾക്കെതിരാകുമോ? യഥാർത്ഥത്തിൽ RSSും ജമാഅത്തെ ഇസ്ലാമിയും കാസയും അവകാശപ്പെടുന്നത് തങ്ങളെ വിമർശിക്കുന്നത് തങ്ങൾ പ്രതിദാനം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്ന മതങ്ങൾക്കെതിരെയുള്ള വിമർശനമാണ് എന്നുള്ളതാണ്. ആ വിമർശനമല്ല യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നതാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന വർഗീയ സംഘടനകളുടെ വിമർശനത്തെ അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവല്ലേ? കോൺഗ്രസിന് RSSനോട് വിമർശനമില്ലേ? ഞാൻ മനസ്സിലാക്കുന്നു കോൺഗ്രസിന് SDP-യോട് വിമർശനമില്ലേ? കോൺഗ്രസിന് കാസയോട് വിമർശനമില്ലേ? ആ വിമർശനത്തെ വിഴുങ്ങിയിട്ട് അവരുടെ വാക്ക് എടുത്തു വെച്ചിട്ട് അവരുടെ വ്യക്തമാകാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പുറപ്പെടാൻ പാടുണ്ടോ? ഇപ്പോഴത്തെ ഇതിന്റെ തുടർ പ്രതിഫലനം എന്താണ്? അതുകൊണ്ട് ആ ഒറ്റ വാദം കൂടെ പറഞ്ഞ് ഞാനത് ഭാഗം അവസാനിപ്പിക്കാം. ഇതിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പാനന്തരം കേരളം കാണുന്ന രാഷ്ട്രീയ കാഴ്ച എന്താണ്? ഞാൻ ആവർത്തിക്കുന്നു, പ്രത്യയശാസ്ത്ര ദാർശനികമായ ഒരു ഭാവി കാര്യം ഞാൻ പറയാൻ നിൽക്കുന്നില്ല. കേരളം കണ്ട കാഴ്ച എന്താണ്? മറ്റത്തൂരിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഉള്ള കോൺഗ്രസ് അത്രയും RSS ആകുന്നു. ചൊവ്വന്നൂരിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഉള്ള കോൺഗ്രസ് SDPI ആകുന്നു. കുമരകത്ത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഉള്ള കോൺഗ്രസ് RSSന് കൈകോർക്കുന്നു. ഇത് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയല്ലേ? ഇതിനെന്താണ് ഇവർക്ക് മറുപടിയുള്ളത്? അപ്പൊ പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ RSS പോലും പറയാൻ അറയ്ക്കുന്ന ആരോപണമാണെന്ന്. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ യുക്തിസഹമായി വിലയിരുത്തുന്ന ഏതു സാധാരണക്കാരനായ മലയാളിക്ക് മുമ്പിൽ ഇതിനെ സംബന്ധിച്ച അഭിപ്രായമുണ്ട്, അതിനെ സംബന്ധിച്ച ദൃഷ്ടാന്തവുമുണ്ട്. വി.ഡി. സതീശന്റെ പ്രതികരണത്തോട് പ്രതികരിച്ചിരിക്കുന്നത് CPIM നേതാവ് ജെയ്ക് സി തോമസ് ആണ്.